തുടർന്നുള്ള നാളുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ UDFന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകണം, എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത്, അതുകൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 100 സീറ്റുമായി തിരിച്ചു വരിക മാത്രമല്ല അധികാരം ഏറ്റെടുത്തുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ 2026 ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലെന്ന്, വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യം വീണ്ടും അത് കുത്തിപ്പൊക്കാതിരിക്കും. അല്ല, നിലമ്പൂർ ചർച്ച ചെയ്യുന്നതും അതൊക്കെ കഴിഞ്ഞില്ലേ, അതിന്റെ റിസൾട്ട് ഒന്നും അറിഞ്ഞില്ലേ? റിസൾട്ട് വന്നു, അതിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് 11,000-ലധികം വോട്ടുകൾക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് വിലയിരുത്തൽ നടത്തി. അത് വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കാര്യം തീർന്നല്ലോ. ഏതാ അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ചയെ ചെയ്തിട്ടില്ല. അങ്ങനൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനമല്ല. അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയോ ചെയ്യേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്കിവിടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനൊരു അഭിപ്രായ വ്യത്യാസം, അങ്ങനൊരു ചർച്ചയില്ലല്ലോ. ഞങ്ങൾ ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയല്ല ഇന്നിവിടെ ഞങ്ങൾ കൂടിയത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഈ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതല്ലാതെ കണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ചർച്ച ആയിട്ടില്ല. അതിന് സമയം വരും. പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോളും. ആ തീരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയും. ആ ചോദ്യത്തിന് ആരോടാ ചോദിക്കേണ്ടതെന്ന് ഉള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾ മറന്നു പോകാതിരിക്കുകയാണെങ്കിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ. തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇടയ്ക്കൊരു പാലം ഉണ്ടാക്കി ഡൽഹിയിൽ വെച്ച്. നിങ്ങളും അത് കണ്ടു കാണും. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയുമായി പോകുന്ന ആളുകളുടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി 2 ഇഡലിയൊക്കെ കൊടുത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം മറന്നുപോകാതെ നിങ്ങൾ ചോദിക്കണം.